തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ കാണാനെത്തിയത്. ആ സ്നേഹത്തിന് നന്ദിയുണ്ട്. എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായി വിജയ് നടത്തിയ പ്രതികരണമാണിത്. ഇത്രയേറെ വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. മനസ്സിൽ വേദന മാത്രമാണുള്ളതെന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ വിജയ് പറയുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. അതിനാൽ തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ച് സുരക്ഷ കണക്കിലെടുത്ത് പരിപാടി നടത്താൻ അനുയോജ്യമായ സ്ഥലത്ത് അനുമതി തേടി പോലീസിനെ സമീപിച്ചിരുന്നു. പോലീസ് അനുവദിച്ച സ്ഥലത്താണ് പ്രസംഗിച്ചതെന്നും എന്നാൽ നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയെന്നും വികാരാതീതനായി വിജയ് വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വൈകാതെ എല്ലാ സത്യങ്ങളും പുറത്തുവരുമെന്ന് പറഞ്ഞ വിജയ് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന സൂചനയും നൽകുകയുണ്ടായി. CM സാർ തന്നോട് എന്തുമായിക്കോളൂ എന്നും ഇങ്ങനെ വേണമായിരുന്നോ പക വീട്ടലെന്നും വിജയ് തുറന്നടിച്ചു. 5 ജില്ലകളിലെ റാലികളിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കരൂരിൽ മാത്രം എങ്ങനെ പ്രശ്നമുണ്ടായി? ഇങ്ങനെയാണോ പകരം വീട്ടുന്നത്? TVK പ്രവർത്തകരെ തുടരുത്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനാണ് കരൂരിൽ ഇപ്പോൾ പോകാത്തത്. ജനങ്ങളുടെ സുരക്ഷ പ്രധാനമാണ്. ഇനി മുതൽ സുരക്ഷിതമായ ഇടങ്ങൾ ചോദിക്കാം. തന്റെ രാഷ്ട്രീയ യാത്ര ഇതുകൊണ്ട് അവസാനിക്കില്ല. അത് തുടരുക തന്നെ ചെയ്യും. തന്നെ പിന്തുണച്ച മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് നന്ദി. എത്രയും വേഗം കരൂരിലേക്ക് പോയി ജനങ്ങളെ കാണും. പക വീട്ടണമെങ്കിൽ തന്റെ മേൽ കൈവെക്കൂ എന്നും പ്രവർത്തകരെ വെറുതെ വിട്ടേക്കൂ എന്നുമാണ് വിജയ് സ്റ്റാലിനെ വെല്ലുവിളിച്ചത്. താൻ വീട്ടിലോ ഓഫീസിലോ കാണുമെന്നും തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുമാണ് വിജയ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ എല്ലാവരെയും കാണുമെന്നും രാഷ്ട്രീയം ശക്തമായി തുടരുമെന്നുമുള്ള സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത്. അതേസമയം കരൂരിലെ അപകടത്തിന് പിന്നാലെ വിജയ്ക്കെതിരെയുള്ള പ്രതികൂലമായ FIR തന്നെയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിയായ TVK കരൂർ ജില്ലാ സെക്രട്ടറി മതിയഴകനെയും ഒളിവിൽ കഴിയാൻ സഹായിച്ച പ്രാദേശിക നേതാവ് പൗൻ രാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പരിപാടിക്ക് അനുമതി അപേക്ഷ നൽകിയത് മതിയഴകനായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദിന് വേണ്ടിയുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ ദുരന്തത്തിന് കാരണം DMKയും മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുമാണെന്ന് ആരോപിച്ച് കുറിപ്പെഴുതിയാണ് TVKയുടെ പ്രാദേശിക നേതാവ് ജീവനൊടുക്കിയത്. വില്ലപുരം ജില്ലയിലെ ബ്രാഞ്ച് സെക്രട്ടറി അയ്യപ്പനാണ് ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. ദുരന്തത്തിന് പിന്നാലെ ഇദ്ദേഹം കനത്ത മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നതെന്നാണ് വിവരം. അതേസമയം TVKയുടെ ഗൂഢാലോചനാവാദം DMK തള്ളുകയായിരുന്നു ഉണ്ടായത്. വിജയ് മനുഷ്യത്വമില്ലാത്ത നേതാവാണെന്നും സ്വന്തം സുരക്ഷ മാത്രം നോക്കി വിജയ് ഓടി ഒളിക്കുമായിരുന്നു എന്നും കനിമൊഴി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുമുണ്ട്. എന്തായാലും ദുരന്തം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞുള്ള വിജയുടെ ഇത്തരമൊരു സന്ദേശം ജനങ്ങൾ സമ്മിശ്രമായ പ്രതികരണങ്ങളിലൂടെയാണ് വിലയിരുത്തുന്നത്.